ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രഷോ റൂട്ട്സ്. അപ്പോൾ ഡിസംബർ എടുക്കാൻ പോണാണ്. കൊച്ചിക്കാരിക്ക് ഇത് വൺ ആഘോഷമാണ്. കൊച്ചി മാത്രമല്ല, എല്ലാവരും ക്രിസ്മസ്, ന്യൂ ഇയർ. അപ്പോൾ ഈ കൊച്ചിയിൽ ഈ ഡിസംബർ ആകുമ്പോൾ പ്രത്യേക ഒരു വൈബാണ്. ഇപ്പോൾ നവംബർ തുടങ്ങി പരിപാടി മൊത്തം. അങ്ങനെ അവിടുത്തെ ഒരു സാന്റാക്ലോസ് ഉണ്ട്, അതായത് കൊച്ചിക്കാരുടെ മെയിൻ സാന്റ. അപ്പൊ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല, പക്ഷെ ഇപ്പോൾ ചെറിയൊരു പ്ലാൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാന്റാക്ലോസിനെ കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിരിക്കാം. അവൻ ഫുഡിന്റെ മെയിൻ ആളാണ്, നമ്മളുടെ ഹനിയമ്പുള്ളാണ്, ജോയൽ എന്നാണ് പേര്. അപ്പൊ ഇവനാണ് സാധനം കൊച്ചിയിലെ മെയിൻ സാന്റാക്ലോസ്. കുറെ സാന്റാസ് ഉണ്ട്, പക്ഷെ മച്ചാൻ കുറച്ച് ഫേമസ് ആണ്. കാരണം ഇവൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ മച്ചാൻ കൂടി ചേർന്നിട്ടാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കണത്. അങ്ങനത്തെ പരിപാടി അവന് ഫുഡ് ഉണ്ടാക്കാൻ പ്രത്യേക കഴിവാണ്. അതിന് പ്ലാൻഡ് ഒന്നുമല്ല, എന്ത് ഡിഷ് ഉണ്ടാക്കാൻ പോണെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. എല്ലാം അവൻ്റെ അടുത്തിരിക്കുന്നത് ചിക്കൻ വെച്ച് എന്തോ സാധനമൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെയാണ് നമ്മൾ മറ്റേ എൻ്റെ ബ്രദറിൻ്റെ റിസോർട്ടിൽ പ്ലാൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഇത് മുന്നോട്ട് പ്ലാൻ മാറി, അതിപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണിക്കും. അപ്പം ഇന്ന് ചിക്കൻ വെച്ച് ചെറിയൊരു പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ സാധനം വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇവനെ വെച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാം. അവൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പോയി നമുക്കിന്ന് ഫുൾ ഒരു ചിക്കൻ സാധനം കഴിച്ചിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, പോവാം. കരിക്കല്ലേ Thai coconut, only 1,125 rupees. Baby pineapple. Baby pineapple, etreno? Yes, very cheap, 1,350. Cheaper, very cheap. Friends, നിങ്ങൾക്ക് വന്നിട്ട് വേണമെങ്കിൽ ഒരു Thai ചെയ്യാം, ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ റെഡ് ഐസ്ക്രീം മാംഗോ തായ്ലാൻഡ്. ഫ്രണ്ട്സ്, ദീസാണ് നോക്കി എടുത്തേക്കണത്. ഇതൊക്കെ എന്തോ പരിപാടി അറിയാൻ പാടില്ല, എന്തോ പ്ലാനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് എന്തോ ചെയ്യാനൊക്കെ നമുക്ക് കാണാം എന്തൊക്കെ ചെയ്യാനുള്ളതാണ്. മിസ്റ്റർ ജോയൽ ഷെഫാണ്, കൊച്ചിയിലെ മെയിൻ ഷെഫാണ്. ഇത് പീൽഡാണ്, മാംഗോ ആണ്, തായ്ലാൻഡ്. നല്ല അടിപൊളി ടേസ്റ്റാന്ന് പറയണത്. പക്ഷെ 1,000 സംതിങ്, ഞാൻ പറഞ്ഞു 1,000 സംതിങ് ഉണ്ട് കിലോന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് എനിക്കും അറിയാൻ പാടില്ല, അവനറിയാം. പക്ഷെ അവൻ ഭയങ്കര ഷൈയാണ്. അപ്പോൾ ഇത് ചിക്കൻ്റെ എന്തോ സാധനമാണ്, അത് ഉണ്ടായി കഴിയുമ്പോൾ പറയാം എന്ത് സാധനമാണ്. അപ്പോൾ അങ്ങനെ വായിന്ന് വരും എന്താണെന്ന്. ചെക്കൻ ഭയങ്കര ക്യാമറയിൽ വന്നെ ചെക്കൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, ക്യാമറ നമുക്ക് കൊണ്ടുവരുന്നത് നാളെ എന്തായാലും ക്യാമറ വന്നേ പറ്റുള്ളൂ അവന്. കാരണം ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഫ്രണ്ട്സ്. കാരണം ഇന്ന് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ റോയാണ്, വേറെ ഒന്നുമല്ല. ഇന്ന് രാവിലെ ഞങ്ങൾ നാളത്തേക്ക് ഇന്ന് പ്ലാൻ ചെയ്യേണ്ടതാണ്. പോർക്ക് ഉണ്ടാക്കാം, സുമീറേട്ടൻ്റെ റിസോർട്ടിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ റിസോർട്ട് ഉണ്ടല്ലോ, വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ തന്നെ പോയി ചെയ്യാം. വേറെ ഒന്നല്ല, ഫുഡ് ഒന്ന് മേക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ള ഒരു മൂഡും. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ നല്ല മഴ, ബേബി മഴയല്ല, അത്യാവശ്യം മൂടൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ 18-ാം തീയതി പിന്നെ മഴയെന്ന് കാലാവസ്ഥ പറയുന്നുണ്ട്, മീൻസ് മറ്റൊരു പറയുന്നുണ്ട്, പക്ഷേ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയണ്ട, പക്ഷേ മഴയുടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ അടിപൊളി ക്ലൈമറ്റ്, നല്ല ആൽക്കഹോളിക് വെതർ. എന്ന് വെച്ചിട്ട് മക്കളെ ആൽക്കഹോളിക് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമൊന്നുമില്ല.
ആൽക്കഹോളിക് മൂഡാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അടിക്കാനുള്ള മൂഡ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഒരു ബീർ അടിച്ചു. അനിങ്ങാരടിക്കണം കേട്ടോ, നിങ്ങാരടിക്കണ്ട. ചെറിയ പിള്ളേരൊക്കെയാണ് ഒരിക്കലും ചെയ്യാൻ പാടുള്ളത്. നമ്മൾ ആ മൂടിന് ചെറുതിന് അടിച്ചാൽ വിളിക്കുന്നത് അങ്ങോട്ട് ചെയ്യേണ്ട ആൽക്കഹോളിക് ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. വല്ലപ്പോഴൊക്കെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇവന് ഞങ്ങൾ ജസ്റ്റ് ഫോർട്ട് കൊച്ചിയിൽ പോയി ഒരു ചായ കുടിച്ച് വന്ന സമയത്ത് നമ്മളെന്തില്ല ഫ്രണ്ട്സ് ഹോട്ടലിൽ, പഴയ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ചായ കുടിച്ചപ്പോഴാണ് ജോയലിനെ വിളിച്ചത്. അപ്പോൾ ജോയൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോയൽ വരാമെന്ന് പറഞ്ഞു. ജോയൽ വന്നു. സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇത് ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ വേണ്ട, സുമീറേട്ടനെ അവിടെ പോയി ചെയ്യാം. അത് ഇന്നൊരു ട്രയൽ എടുക്കാം ബ്രോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിക്കൻ്റെ സാധനം എന്തോ പറഞ്ഞു, ചിക്കൻ ചിപ്സായി എന്തൊരു സാധനം അതെന്തോ പറഞ്ഞ് ആ സാധനം എന്താണ് ഉണ്ടായിരിക്കണം പറയാം. അപ്പോൾ നേരെ കിച്ചണിലേക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സാധനമാണ് വീഡിയോസ്, ഇത് ഉണ്ടാക്കാൻ കാണിക്കൊന്നുമില്ല, ചെറിയത് കാണിച്ചു തരാം ബ്രോ. വേറെ എന്തൊന്നും ചിക്കൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒന്നും. അപ്പോൾ വൈഫിനാണെങ്കിൽ കാണിക്കാൻ വേണ്ടത് ഇങ്ങനെ കാണിക്കണ്ട അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ ചെറിയ സംഭവം മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തീരുമെന്ന് നോക്കാം. ആൽക്കഹോളിക് മോഡാണ്, വേണമെങ്കിൽ ചേട്ടത്തിൻ്റെ അടിച്ചിട്ടൊക്കെ എല്ലാം ഹാപ്പിയായിട്ടിരിക്കും കേട്ടാ. കാണാം, ഇപ്പോൾ അടുത്ത സാധനം കാണിക്കാം. ഓക്കെ, ആ സാധനത്തിന്റെ പേര് പറയണ എന്താ ഉണ്ടാക്കണം നീ? പറയണ എന്താണ് നിന്റെ പേരെന്താണ്? ചിക്കൻ്റെ എന്താണ്? ചിക്കൻ്റെ പറ. ചിക്കൻ എന്താണ്? ചിക്കൻ്റെ ഗിളി ചിക്കനാ? അല്ലെങ്കിൽ എല്ലാവർക്കും നീ വേറെന്താ പേര്? ചിക്കൻ ചിപ്സ് എന്താ? ചിപ്സാ? ഷിപ്പിൽ പോയത് എടാ പറയടാ ഇത് ചിക്കൻ്റെ പേരോ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധനം? ഡിസംബർ ആയാൽ ഇവന് ഈ മൂഡ് ആയിക്കൂല. ഡിസംബർ ആയിട്ടുണ്ടെങ്കിൽ വേറെ മൂഡിലേക്ക് കിടക്കും. പക്ഷെ അവൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഫുഡ് മാത്രം ഉണ്ടാക്കിയിട്ടല്ല, അത് പ്രസൻറ്റ് ചെയ്യാനൊരു സാധനമുണ്ട്. ഇവൻ ഭാവിയിലെ ഷെഫ് പില്ലാണ്, ഷെഫ് ജോയൽ. എങ്ങനെയുണ്ട്? ഓർഡർ ചെയ്യാം. അടിപൊളി ഫ്രണ്ട്സ്. അപ്പോൾ അവരുണ്ടാക്കിയത് ചിക്കൻ സ്റ്റീക്കും പിന്നെ സ്മോക്ഡ് ചിക്കനാണ് വിത്ത് വെജിറ്റബിൾസ് ബോയിൽഡ്. എനിക്ക് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു എനിക്ക് മെയിനായി ഇഷ്ടപ്പെട്ട പ്രസൻറ്റേഷനാണ് മെയിനായിട്ട് അവൻ്റെ. പുള്ളി അവൻ
ഇതെന്താണ് ഒരു കഴിവാണ്, ഒരു കലയാണത്. കാരണം ഫുഡ് ഉണ്ടാക്കണേയും പ്രസൻറ്റ് ചെയ്യണയൊക്കെ ഒരു കലയാണ്. എനിക്കറിയാൻ പാടുള്ളത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഈ പറഞ്ഞ ചിയാ സീഡൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നാളെ ഞാൻ ചിയാ സീഡിൻ്റെയും കൂടി ഇത് കാണിക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിൽ. പിന്നെ നമുക്ക് ഹെയർ ഫ്രയറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഹെയർ ഫ്രൈ ഇപ്പോൾ കുറച്ച് ഓയിലായിട്ട് ചെയ്തേക്കണം, പക്ഷെ എന്നാലും ഹെൽത്തി ഫുഡായിരുന്നു, നല്ല രസമുണ്ട്. അധികം ഓയിൽ ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഓയിലും ബാർബിക്യൂ സോസും. ശരിക്കും ബാർബിക്യൂ സോസ് അവൻ പറഞ്ഞത് ബാർബിക്യൂ സോസ് അല്ല, വേറെ സാധനമെന്ന് പറഞ്ഞത്. അതിപ്പോൾ കിട്ടാത്തതുകൊണ്ട് പക്ഷേ ബാർബിക്യൂ സോസും നല്ല കഴിക്കാൻ നല്ല മൂടാണ്. പ്ലീസ്. പിന്നെ ബോയിൽഡ് ചിക്കൻ, ബോയിൽഡ് വെജിറ്റബിൾസ്, ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വ്യൂവേഴ്സിനെ ഐ ലവ് യു ഹോൾ. ടേക്ക് കെയർ. നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് പോർക്ക് റിബ്സാണ് പറഞ്ഞത്. പോർക്ക് റിബ്സ് അല്ലെങ്കിൽ പോർക്ക് വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കാം. അപ്പം നമ്മൾ നാളെ ഇത് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം മീ പ്രഷോ. ടേക്ക് കെയർ.